ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ജ്യോത്സ്യൻ വിജയൻ കുട്ടു. ശനി ഗ്രഹത്തിൻ്റെ രാശി മാറ്റത്തെ പറ്റി പറയുന്നത്. ഇപ്പോൾ കുംഭൻ രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനി മീനൻ രാശിയിലേക്ക് മാറുകയാണ്. അതായത് 1200 ആണ്ട് മലയാള മാസം കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 15-ാം തീയതി രാത്രി 12:30 അതായത് രാത്രി 12 മണി അർദ്ധരാത്രി 12:30 പറയുമ്പോൾ പിറ്റേ ദിവസത്തേക്ക്, ഇംഗ്ലീഷ് മാസമാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് പെടും. പക്ഷേ മലയാള മാസത്തിൽ 15-ാം തീയതി തന്നെ 16-ാം തീയതി ആവില്ല. പക്ഷേ 2025 മാർച്ച് 30-നാണ് രാശി മാറുന്നത്. ചിലവർ 29 എന്ന് പറയുന്നുണ്ട്. 12 മണിക്ക് ശേഷം 30-ാം തീയതി രാശി മാറുന്നത്. അതായത് പഞ്ചാംഗ പ്രകാരം, അതായത് മാതൃഭൂമി പഞ്ചാംഗ പ്രകാരം ഉദയത്തിന് ശേഷം, അതായത് 2025 മാർച്ച് 29-ന് ഉദയത്തിന് ശേഷം 45 നാഴിക കഴിഞ്ഞിട്ടാണ്. 45 നാഴിക എന്ന് പറയുമ്പോൾ ഏകദേശം ആ സമയത്തും ആ നാഴികയിലാണ് ശനി മാറുന്നത്. ഏകദേശം 2 വർഷം 4 മാസവും ആ രാശിയിൽ തന്നെ ഉണ്ടാവും. ആ രാശിയിൽ അപ്പോൾ ആർക്കെല്ലാം ഗുണം കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ശനിയുടെ ഇത്. ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, കണ്ടക ശനി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇടവക്കൂറുകാർക്ക്, ഇടവക്കൂറ് എന്ന് വെച്ചാൽ കാർത്തികയുടെ അവസാനത്തെ 3/4 ഭാഗവും രോഹിണിയും മഹീരത്തിൻ്റെ പകുതി ഭാഗവും കൂടി ചേരുന്ന ഇടവക്കൂറുകാർക്ക് ശനി കണ്ടക ശനിയായിട്ട് 10-ാം ഭാവത്തിൽ തൊഴിൽ സ്ഥാനത്ത് നിന്ന കണ്ടക ശനി 11-ാം ഭാവമായ ലാഭസ്ഥാനമായിട്ടുള്ള 11-ലേക്കാണ് വരുന്നത്. 11 ലാഭസ്ഥാനത്തിലേക്കാണ് വരുന്നത്. വളരെ ഗുണകരമായിട്ടുള്ള ഒരു ഇതാണ്. 11-ൽ ഏത് ഗ്രഹമായിക്കോട്ടെ, രാഹു ആയിക്കോട്ടെ, കേതു ആയിക്കോട്ടെ, ഏത് ഗ്രഹമായിക്കോട്ടെ 11-ൽ വന്നു കഴിഞ്ഞാൽ ജാതകത്തിലായാലും ശരി, ചാരവശാലും ശരി വളരെ അനുകൂലമാണ് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇടവൻ രാശിക്കാർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള ഒരു മാറ്റമാണ് ഈ ശനിയുടെ രാശി മാറ്റത്തിൽ വരുന്നത്. ശനി മൗഢ്യത്തോടു കൂടിയിട്ടാണ് രാശി മാറുന്നത്. അതായത് കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് മീനമാസം 16-ാം തീയതി വരയ്ക്കും മൗഢ്യത്തിലാണ്. ഇപ്പോൾ ശനി മൗഢ്യത്തിലാണ്. കുംഭമാസം ഇപ്പോഴല്ല, കുംഭമാസം വരാൻ പോകുന്ന കുംഭമാസം 11-ാം തീയതി തൊട്ടിട്ട് മീനമാസം 16-ാം തീയതി വരയ്ക്കും മൗഢ്യത്തിലാണ്. അപ്പോൾ മീനമാസം 15-ാം തീയതിയാണ് രാശി മാറുന്നത്. പക്ഷേ ഒരു ദിവസത്തിൻ്റെ ഒരു വ്യത്യാസമേ ഉള്ളൂ മൗഢ്യം തീരാനായിട്ട്. അത് വലിയ കാര്യമില്ല. പക്ഷേ എന്താ വെച്ച് പറഞ്ഞാൽ ഈ രാശി മാറുന്ന സമയത്ത് അവിടെ ഗ്രഹയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം വെച്ച് പറഞ്ഞാൽ മീനൻ രാശിയിൽ സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, രാഹു ഇവർ തമ്മിൽ ഗ്രഹയുദ്ധം, ഇവരെല്ലാം കുറേ ഗ്രഹങ്ങൾ ചേർന്ന് കഴിഞ്ഞാൽ ഗ്രഹയുദ്ധം നടക്കുന്ന പറയുന്നു. ആ ഗ്രഹയുദ്ധം നടക്കുന്ന സമയത്താണ് ശനിയുടെ പോക്ക്. അത് അത്രയ്ക്ക് നമ്മളുടെ പുറത്തുവരയ്ക്ക്, ഈ ഇടവരാശി പുറത്തുവരയ്ക്കല്ല പറയുന്നത്. പൊതുവെ ജനത്തിനും മറ്റുള്ളവർക്കും ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു സമയമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ നീട്ടിപ്പോണില്ല. ഇടവൻ രാശിക്കാരുടെ കാര്യം പറയാം. ലാഭസ്ഥാനത്തിലാണ് നിൽക്കുന്നത്. ലാഭസ്ഥാനമായിട്ടുള്ള ശനി 11-ാം ഭാവത്ത് നിൽക്കുമ്പോൾ ധനവർദ്ധനവ്, ധനഭാഗ്യങ്ങൾ, ഉദ്ദിഷ്ടകാര്യ സാധ്യതകൾ, അസുഖങ്ങളെല്ലാം മാറിപ്പോവുക, അസുഖങ്ങളെല്ലാം ഭേദമായി വരിക, അതുപോലെ തന്നെ അലസത ഒഴിവാക്കുക. അലസത പറഞ്ഞാൽ ഉറക്കം തൂങ്ങിയ മാതിരി ഇരിക്കുന്നവരെല്ലാം അലസത മാറി ഉണർവിലേക്ക് വരിക എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആരോഗ്യകാരകനും രോഗകാരകനും മരണകാരകനൊക്കെ ആയിട്ടുള്ള ശനിയാണ് 11-ാം ഭാവത്ത് വരിക. അലസ ദുഃഖ നിര്യാണകാരക മന്നജ എന്ന് പറയും. അലസ ദുഃഖ നിര്യാണ, അലസത പറഞ്ഞാൽ അറിയാലോ, ഒരു നിസാരമട്ട്, ഉറക്കം തൂങ്ങിയ മട്ട്. അലസ ദുഃഖത്തിൻ്റെയും കാരകനാണ്. അലസ ദുഃഖ നിര്യാണകാരക, മരണത്തിൻ്റെയും കാരകനാണ്, രോഗത്തിൻ്റെയും കാരകനാണ് ശനി. അപ്പോൾ അത് 11-ാം ഭാവത്ത് വരുന്ന സമയത്ത് ഇങ്ങനെയുള്ളവർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ലാഭസ്ഥാനമായി 11-ാം ഭാവത്ത് വരുമ്പോൾ. അതുപോലെ തന്നെ കടബാധ്യതകളെല്ലാം നീങ്ങിപ്പോകാനുള്ള ഇതുണ്ട്. കാരണം 6-ാം ഭാവത്തിൻ്റെ ഒരു കാരകത്വം കൂടിയാണ് ശനി. 6-ാം ഭാവം പറഞ്ഞാൽ കടസ്ഥാനമാണ്, രോഗസ്ഥാനമാണ്, ശത്രുസ്ഥാനമാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ നാഥനായിട്ടുള്ള കാരകത്വം വഹിക്കുന്ന 6-ാം ഭാവത്തിൻ്റെ കാരകത്വം വഹിക്കുന്ന ശനി 11-ാം ഭാവത്ത് വരുമ്പോൾ വളരെ ഗുണാത്മകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ആർക്കെല്ലാം ഗുണം കിട്ടും എന്ന് ചോദിച്ചു കഴിഞ്ഞ് പറഞ്ഞാൽ സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്കെല്ലാം വളരെ ഗുണകരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാവും. വളരെ ഉച്ചത്തിൽ എത്താനുള്ള സ്ഥാനമാനങ്ങളുണ്ടാവും. ഉച്ചത്തിൽ എത്തുക പറഞ്ഞാൽ ഇപ്പോൾ
ഒരു 50 ലക്ഷത്തിൻ്റെ ആസ്തിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം ഈ ശനിയുടെ രാശി മാറ്റം കഴിയുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു 5 കോടി രൂപ അല്ലെങ്കിൽ 25 കോടി രൂപയായി മാറുവാനുള്ള സാധ്യത സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക്, അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക്, ധനരത്നയങ്ങൾ, അതായത് പലചരക്കടകൾ, ധാന്യ വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അതുപോലെ സ്വർണ്ണാഭരണങ്ങൾ ഇങ്ങനെയുള്ള വിൽക്കുന്നവർക്കെല്ലാം വൻ ലാഭവർധനകൾ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ കാരകത്വം, അതായത് ശനിയുടെ കാരകത്വം ഇരുമ്പിൻ്റെ കാരകത്വമാണ് കൂടുതലായിട്ടും വരുന്നത്. സ്റ്റീൽ സംബന്ധമായിട്ടുള്ളത്, മെഷീനറി സംബന്ധമായിട്ടുള്ളത്. മെഷീനറി ഇല്ലാതെ ഇപ്പോൾ ഒരു ഫാക്ടറികളും ഒരു ഉപകരണങ്ങളും ഇല്ല എന്നുള്ളത് പറയുന്നത്. കാരണം കംപ്ലീറ്റും കൈകൊണ്ട് ചെയ്യുന്ന പണികൾ കംപ്ലീറ്റ് മെഷീനറി സ്ഥാനങ്ങളായിട്ട് മാറി. ആ മെഷീനറി സ്ഥാനത്തിൻ്റെ ആളാണ് ശനി. അപ്പോൾ മെഷീനറി സംബന്ധമായിട്ടും മെക്കാനിക്കൽ സംബന്ധമായിട്ടും എഞ്ചിനീയർ സംബന്ധമായിട്ടും സ്റ്റീൽ സംബന്ധമായിട്ടും ലോക സംബന്ധമായിട്ടുമുള്ള പണിയെടുക്കുന്നവർക്കും, അതുപോലെ തന്നെ വാഹന സംബന്ധമായിട്ടുള്ള ജോലി ചെയ്യുന്നവർക്കും, 2 വീലർ തൊട്ട് വലിയ വാഹനങ്ങൾ വരയ്ക്കും, വിമാനം വരയ്ക്കും, അല്ലെങ്കിൽ ട്രെയിൻ വരയ്ക്കും ഉള്ള ഒരു വാഹന സംബന്ധമായിട്ടുള്ള മേഖലകൾക്ക് വളരെ ഉണർവ് വരുമെന്നാണ് പറയുന്നത്. അതുപോലെ ചിരകാല സ്വപ്നമായിട്ടുള്ള ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഓരോ വ്യക്തികൾക്കും നല്ലൊരു ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സാഹചര്യമുണ്ട്. മനസമാധാനം പൊതുവെ കിട്ടുന്ന പറയുന്നത്. രാഷ്ട്രീയക്കാർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ വന്നു ചേരുവാനുള്ള സ്ഥാനങ്ങളും സ്ഥാനമാന പദവികളും അവിചാരിതമായി വരുന്ന നേട്ടങ്ങളും ഉണ്ടാവും എന്നാണ് പറയുന്നത്. സിനിമാ മേഖലയിൽ പങ്കെടുക്കുന്നവർക്കാകട്ടെ വളരെ വളരെ ഗുണകരമായിട്ടുള്ളത് ഒരുപാട് റിസ്ക് പിടിച്ച രംഗങ്ങളെല്ലാം ചിത്രീകരിക്കാൻ തയ്യാറായിട്ട് ആത്മധൈര്യം കൂടുന്ന പറയുന്നത്. അപ്പം അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഈ ഇടവരാശിക്കാർക്ക് ഇനി വരാൻ പോകുന്നത്. കാരണം കണ്ടകശനി ഒരുപാട് ഇവരെ ദുഃഖിച്ചിട്ടുണ്ട്. കണ്ടകശനി എന്ന് പറഞ്ഞാൽ 10ാം ഭാവത്ത് നിൽക്കുന്ന കണ്ടകശനി, തൊഴിൽ സ്ഥാനത്ത് നിൽക്കുന്ന കണ്ടകശനിയാണ് ഇപ്പോൾ കഴിയാൻ പോകുന്നത് ഈ ശനി മാറ്റത്തോടുകൂടിയിട്ട്. അപ്പോൾ കർമ്മരംഗം ഉണരും എന്നാണ് പറയുന്നത്. കർമ്മരംഗം പറഞ്ഞാൽ തൊഴിൽ രംഗം ഉണരും. അത് ഏത് രംഗമായിക്കോട്ടെ, വസ്ത്ര മേഖല ആയിക്കോട്ടെ, വാഹന മേഖല ആയിക്കോട്ടെ, സ്വർണ്ണാഭരണ മേഖല ആയിക്കോട്ടെ, അതുപോലെ ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ള മേഖലയായിക്കോട്ടെ, ഇലക്ട്രോണിക് സംബന്ധമായിട്ടുള്ള മേഖലയായിക്കോട്ടെ, IT സംബന്ധമായിട്ടുള്ള മേഖലയോട്ടെ, കമ്പ്യൂട്ടർ സംബന്ധമായിട്ടുള്ള മേഖലയായിട്ടോ എല്ലാ മേഖലകളിലും ഉണർവ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ രാശി മാറ്റത്തിൽ തന്നെ ഏകദേശം കുറച്ച് കാലം രാഹുവും കൂടി ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതായത് 11 രാഹുവും കൂടെ ഉണ്ടാവും. മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം മാറിപ്പോവും. സൂര്യൻ മാറിപ്പോവും, ചന്ദ്രൻ മാറിപ്പോവും, ബുധൻ മാറിപ്പോവും എല്ലാം പറയും. പക്ഷേ രാഹു കുറച്ച് കാലം അവിടെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. രാഹു ശനി ഏകദേശം രാഹുവിനെയാണ് ശനിയായിട്ട് നമ്മൾ ഈക്വൽ ചെയ്യുന്നത്. രാഹുവിനെ നമ്മൾ സംബന്ധിച്ചോളം ശനിയാണ് ഈക്വൽ ചെയ്യുന്നത്. അപ്പോൾ രാഹു അവിടെ തന്നെ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വലിയ വർധനകൾ തരാനുള്ള സാധ്യതകളുണ്ട്. വിദ്യാഭ്യാസ സംബന്ധമായിട്ട് യോഗ്യതയുള്ളവർക്കെല്ലാം അർഹതപ്പെട്ട ജോലികൾ കിട്ടുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. അതുപോലെ തന്നെയാണ് മിലിറ്ററി സംബന്ധമായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും സേനാധിപത്യം വഹിക്കുന്നവർക്കും ഗുണമേന്മകൾ ഉണ്ടാവും. അവാർഡുകളും അതുപോലെ സ്ഥാനമാന പദവികളും മറ്റുള്ളത് കിട്ടുവാനുള്ള യോഗങ്ങൾ നിറയെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. വളരെ ഗുണാനുകരമായിട്ടുള്ള അനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഇവർക്ക് കാണുന്നുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികളിൽ ചെയ്യുന്നവർക്ക് പ്രമോഷൻ ഉറപ്പായിട്ടും ഉണ്ടാവും എന്നതിൽ യാതൊരു സംശയമില്ല. സിവിൽ സർവീസ് ചെയ്യുന്നവർക്ക് ഉണർവുണ്ടാവും, സക്സസ് ആകും എന്നുള്ളത് പറയാം. അതുപോലെ തന്നെയാണ് സയൻസ് സംബന്ധമായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ടിരിക്കുന്ന സയൻസ് സംബന്ധമായിട്ടുള്ള എല്ലാ വിഭാഗത്തിലും ബയോളജിക്കൽ സയൻസ് ആണ് ശരി, കമ്പ്യൂട്ടർ സയൻസ് ആണ് ശരി, ബയോളജി സയൻസാണ് കൂടുതലായിട്ട് കാണുന്നത്. ഡോക്ടർമാർ, അതായത് മെഡിസിൻ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആയുർവേദമായിക്കോട്ടെ, അലോപ്പതി ആയിക്കോട്ടെ, ഹോമിയോപ്പതി ആയിക്കോട്ടെ, അതിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം നല്ല ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനും അഭിമാനപ്രദമായിട്ട് അംഗീകാരപ്രദമായിട്ട് ഉള്ള നേട്ടങ്ങൾ വരുവാനും അതുപോലെ ആ സീറ്റിന് വേണ്ടി മെഡിക്കൽ സീറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്ന യുവാക്കൾക്കെല്ലാം അത് കിട്ടുവാനുള്ള യോഗങ്ങളുണ്ടാവും. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള അകൽച്ച മാറി ഐക്യത വരുവാനുള്ള സാധ്യതയുണ്ട്. ഡിവോഴ്സ് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതെല്ലാം മനം മാറി വന്ന് തിരിച്ചു വരുവാനുള്ള സാധ്യതയുണ്ട്. പ്രണയ സാഫല്യങ്ങൾ പൂവണി വീഴാനുള്ള സാധ്യതയുണ്ട്. വിവാഹങ്ങൾ നടക്കുവാനുള്ള സാധ്യത കൂടുതലായി കാണുന്നുണ്ട്. ഭവന നിർമ്മാണമെല്ലാം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുനർനിർമ്മാണത്തിന് ഏർപ്പെടുവാൻ സാധ്യതയുണ്ട്. തീർച്ചയായിട്ടും ഭൂമി വാങ്ങിച്ച് ഭവനം വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഫ്ലാറ്റോ അല്ലെങ്കിൽ വില്ലകളോ വന്ന് വാങ്ങിക്കുവാനുള്ള സാധ്യതകളും ഈ രാശിമാറ്റത്തോടുകൂടി ഇടവൻ രാശിക്കാർക്ക് വളരെ വാഗ്ദാനപരമായിട്ടുള്ള
ഒരു ഇത് തന്നെയാണ് ഞാൻ പറയുന്നത്. അത് ഉചിതപരമായിട്ട് തന്നെ നടക്കും എന്ന് തന്നെ പറയാം. അതുപോലെ തന്നെ പുണ്യക്ഷേത്ര ദർശനങ്ങൾ നടത്തുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചിരകാല സ്വപ്നമായിട്ട് വളരെ ദൂരയാത്രയായിട്ടുള്ള പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പോകുവാനും അതിനുള്ള സാഹചര്യങ്ങൾ വരാണ്ട് ബന്ധുമിത്രാദികൾ നമ്മളെ തേടി വന്ന് ആദരിക്കുവാനുള്ള സാഹചര്യങ്ങളുണ്ടാവും. ജനസമ്പർക്കത്തെ അത് നാട്ടുകാരായിട്ട് നല്ല ലോഹ്യമുഖത്തിൽ ഇടപെട്ട് അവിടെ പ്രശസ്തി വരുവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾക്ക് ചില ആളുകൾക്ക് ഇമേജ് പറഞ്ഞാൽ സ്ഥാനമാന പദവികളും ജനങ്ങളിൽ ഒരു താഴ്ത്തപ്പെട്ടവരായിട്ടുള്ള അവർക്കെല്ലാം തല ഉയർത്തിപ്പിടിച്ച് നടക്കുവാനുള്ള ഒരു ഗംഭീരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും. അതുപോലെ തന്നെ ശരീരപുഷ്ടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ശരീരപുഷ്ടി പറഞ്ഞാൽ ആരോഗ്യം കമ്മിയായിരിക്കല്ല, ആരോഗ്യം വീണ്ടെടുക്കുവാനുള്ള സാധ്യത, മെലിഞ്ഞ ശരീരമുള്ളവർക്കെല്ലാം കുറച്ച് ശരീരവർദ്ധനവുണ്ടാകാൻ സാധ്യത, ഒരുപാട് തടിയുള്ളവർക്കെല്ലാം അത് കമ്മിയായിട്ട് മിതമായിട്ട് വരുവാനുള്ള സാധ്യതകൾ എല്ലാം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. കുടുംബപരമായിട്ട് നല്ല സുഖകരമായിട്ടുള്ളതാണ്. സഹോദര ബന്ധം നല്ല ക്ലിയർ ആയിട്ടാണ് കാണുന്നത്. മാതാവിനും മറ്റുള്ളവർക്കും എല്ലാം നല്ല ഗുണകരമായിട്ടുള്ളതുണ്ട്. ബുദ്ധിപൂർവ്വം നല്ല കൈകാര്യം ചെയ്യുന്നവർക്കും നല്ല പോലെ ചിന്തിച്ച് ചെയ്യുന്ന ഓരോ പ്രവർത്തനങ്ങൾക്കും വിജയസാധ്യത കണ്ടുവരുവാനുള്ള സാധ്യതയുണ്ട്. PSC ലിസ്റ്റിൽ എഴുതിയിട്ടുള്ള ഗവൺമെൻറ് ജോലിക്കായിട്ട് കാത്തിരിക്കുന്നവർക്കെല്ലാം അർഹതപ്പെട്ട ആൾക്കാർക്കെല്ലാം ജോലി കിട്ടുവാനുള്ള സാധ്യത ഈ ഇടവൻ രാശിക്കാർക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. ജാതകം കൂടി ഒന്ന് ക്ലിയർ ആണെങ്കിൽ യാതൊരു സംശയമില്ലാതെ പെട്ടെന്ന് ശരിയാവും എന്നുള്ളത് തന്നെ കാണുന്നത്. അതുപോലെ തന്നെയാണ് തസ്കരാരാധി വിഘ്നാദി വ്യാജേച്ച ധരിച്ചത്, അതായത് കള്ളന്മാരുടെയും ശത്രുക്കളുടെയും ഇടയിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാനും രക്ഷ നേടുവാനും അല്ലെങ്കിൽ അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുവാനും ഉള്ള സാധ്യതകൾ കാണുന്നുണ്ട്. വാസ്തു സംബന്ധമായിട്ട് അത് നമ്മുടെ നിൽക്കുന്ന വീട്ടിന് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു സമയം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. അത് കണ്ടുപിടിക്കുന്നതോട് കൂടിയിട്ട് അതിൻ്റെ മാറ്റങ്ങൾ വരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുപോലെ തന്നെ പലവിധ ദോഷങ്ങളിൽ ഇതുവരെ കഴിഞ്ഞ ദോഷങ്ങൾ വെച്ചുകൊണ്ട് തന്നെ അതിൽ തട്ടിമുട്ടി നീക്കിക്കൊണ്ടിരിക്കുന്നത് ദോഷം എന്താണെന്ന് അറിയാത്തവർക്ക് ദോഷം കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാര മാർഗങ്ങൾ ചെയ്ത് അതിൽ നിന്ന് വിജയം നേടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട് എന്നാണ് പറയാനുള്ളത്. മനസമാധാനം എന്ന സാധനം ഉണ്ടാവും. ഉറക്കമില്ലാത്തവർക്ക് ഉറക്കം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. മനസമാധാനം നഷ്ടപ്പെട്ടവർക്ക് മനസമാധാനം കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു പോയ പല സാധനങ്ങളും തിരിച്ചു കിട്ടുവാനുള്ള സാധ്യതയുണ്ട്. കടബാധ്യതയിൽപ്പെട്ടിരിക്കുന്നവർക്കെല്ലാം മോചനം നേടുവാനുള്ള സാധ്യതയുണ്ട്. ജപ്തി നടപടികളെല്ലാം ഒഴിവാക്കാനുള്ള സാധ്യതകളുണ്ട്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ ആനുകൂല്യങ്ങളും കിട്ടുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് ഈ രാശി മാറ്റത്തോടുകൂടി. ടോട്ടലായിട്ട് പറയുകയാണെങ്കിൽ ഇടവൻ രാശിക്കാർക്ക് ഇനി ഒരു കാലം വന്നിട്ട് 30 വർഷം കഴിഞ്ഞിട്ടേ കിട്ടുകയുള്ളൂ എന്നുള്ളത് ചിന്തിക്കണം. ആകെ ഉള്ളത് 2 വർഷവും 4 മാസവുമാണ് ഈ ശനിയുടെ സഞ്ചാരപഥം. ആ 2 വർഷവും 4 മാസത്തിൻ്റെ ഉള്ളിൽ മതി എന്നാണ് പറയുന്നത്. അത് നിങ്ങൾക്ക് നേട്ടം നേടുവാനുള്ള സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വളരെ ശ്രദ്ധാപൂർവ്വം ശ്രദ്ധിച്ചും ജാതകം പരിശോധിച്ചും ജാതകത്തിൽ എന്തെങ്കിലും അപകാരങ്ങൾ മോശമാണെങ്കിൽ അതിനെ അതിജീവിച്ച് പോകുവാനുള്ള സാധ്യതകളും അല്ലെങ്കിൽ അതിൻ്റെ പരിഹാരങ്ങളെല്ലാം നടത്തി അതിന് പരിഹാരങ്ങൾ തീർത്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഫലം നിങ്ങൾക്ക് ഉത്തമമായിട്ട് വരും എന്നാണ് പറഞ്ഞത്. ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതപരമായിട്ട് പെട്ടെന്ന് വിചാരിക്കാത്ത സമയത്ത് നമ്മൾ ഒരു ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 or 3 ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അതിനൊരു പ്രതീക്ഷ ഉണ്ടാവും. വൈകുന്നേരം റിസൾട്ട് വരും, അതിൽ വല്ലതും ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ അങ്ങനെ ചിന്തിക്കാത്തൊരു സമയത്തായിരിക്കും നമ്മൾക്ക് അപ്രതീക്ഷിതപരമായിട്ട് പണം വന്നു ചേരുവാനുള്ള സാധ്യത. അതാണ് അപ്രതീക്ഷിതപരമായിട്ട് തന്നെ ലാഭമെന്ന് പറയുന്നത്. പ്രതീക്ഷിച്ചുള്ളത് വരില്ല, പ്രതീക്ഷിക്കാതെയുള്ളതാണ് വരുന്നത്. അപ്പോൾ പ്രതീക്ഷിക്കാതെയുള്ള വരുമാന മാർഗങ്ങൾ ഉണ്ടാവും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സന്താനങ്ങൾക്ക് ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാവും. സന്താനങ്ങളുടെ മേൽക്കോയ്മകളും അതുപോലെ തന്നെ വിവാഹങ്ങൾ നടക്കാതെ വിഷമിച്ചിരിക്കുന്നവർക്ക് വിവാഹാദി മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള സാധ്യതയും ഉണ്ടാവും എന്നതിൽ യാതൊരുവിധ സംശയം ഇല്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്. അത് കാരണം കൊണ്ട് തന്നെ ഇടവരാശിക്കാർക്ക് കാർത്തിക, രോഹിണി, മകീരം ഇതിൻ്റെ പകുതി ഭാഗം എന്നുള്ളവർക്ക് വളരെ ഗുണാനുഭവങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായി കാണുന്നുണ്ട്. എല്ലാ ശുഭഫലങ്ങളും നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താലും ദൈവാനുഗ്രഹത്താലും ഭഗവാന്റെ അനുഗ്രഹത്താലും ഭഗവതിയുടെ അനുഗ്രഹത്താലും കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമസ്കാരം.